പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദേശീയ വരുമാനം എന്ന് പറയപ്പെടുന്ന ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. എന്താണ് ദേശീയ വരുമാനം? ദേശീയ വരുമാനം എങ്ങനെയെല്ലാം കണക്കാക്കാം? ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇക്കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങളുടെ പുസ്തകത്തിൽ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ദേശീയ വരുമാനം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഉയർന്ന ദേശീയ വരുമാനം രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റമാണ് കാണിക്കുന്നത്. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ എന്നിവ നമുക്ക് പരിശോധിക്കാം. എന്താണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്? വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വരുമാനത്തെക്കുറിച്ചും വരുമാന സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ മുൻ ക്ലാസ്സുകളിൽ ഞാൻ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനത്തെ ദേശീയ വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനത്തെയാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് ആ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും അത് കാരണത്താൽ ഉണ്ടാകുന്ന വരുമാനം, രാജ്യത്തിൻ്റെ വരുമാനത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തെയും ദേശീയ വരുമാനം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ദേശീയ വരുമാനം പ്രധാനമായും 3 മേഖലകളിൽ നിന്നാണ് ലഭ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു രാജ്യത്തെയും ദേശീയ വരുമാനത്തെ കണക്കാക്കുമ്പോൾ ഈ 3 മേഖലയെയും സാധാരണ രീതിയിൽ പരിഗണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ മുന്നേറ്റമുണ്ടാകാൻ ആ രാജ്യത്തെ സഹായിച്ചിട്ടുണ്ടാവുക താഴെ പറയാൻ പോകുന്ന 3 മേഖലകളായിരിക്കും. ഏതെല്ലാമാണ് ആ 3 മേഖലകൾ? ഒന്ന് കാർഷിക മേഖല, രണ്ടാമത്തേത് വ്യവസായ മേഖല, 3 സേവന മേഖല. ഈ 3 മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം ലഭിക്കുന്നു. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. കാർഷിക മേഖലയിൽ നിന്നും വ്യവസായിക മേഖലയിൽ നിന്നും സേവന മേഖലയിൽ നിന്നുമുള്ള മൊത്തത്തിലുള്ള വരുമാനം കൂട്ടിക്കഴിഞ്ഞാൽ പണത്തിൽ ഇതിനെ കണക്കാക്കുമ്പോൾ എത്രയാണോ ലഭിക്കുന്നത് അതാണ് ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു വർഷം ഈ 3 മേഖലകളിൽ നിന്നുമായി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്തിലേക്ക് എത്രയാണോ വരുമാനം വരുന്നത് അതിനെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാൻ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഒന്ന്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി അറിയാൻ ദേശീയ വരുമാനം നമ്മെ സഹായിക്കും. രണ്ടാമത്തത്, മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നറിയാനും ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നത് നമ്മെ സഹായിക്കും. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ മറ്റുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഒന്ന്, സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് സഹായിക്കും. ആ സമ്പദ്ഘടനയിൽ കാർഷിക മേഖലയിൽ നിന്നും വ്യവസായിക മേഖലയിൽ നിന്നും സേവന മേഖലയിൽ നിന്നുമുള്ള സംഭാവനകൾ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിയും. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കും. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങി സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും അതിൻ്റെ മേന്മയും കണ്ടെത്തുന്നതിന്
ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നത് നമ്മെ സഹായിക്കും.